നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഭക്ഷണവും മരുന്നും ഒരു സാധനമായാലോ. ഒരേ സാധനം, അത് ഭക്ഷണമാണ്, അത് തന്നെയാണ് മരുന്നും. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ പഴയ തലമുറ ഉപയോഗിച്ച് വരുന്ന സാധനം പുതിയ തലമുറ മറന്നുപോയ സാധനം. നമ്മുടെ പുതിയ തലമുറ ഫാസ്റ്റ് ഫുഡിലേക്ക് പോയപ്പോൾ നമ്മൾ മറന്നുപോയ സംഗതികൾ, അതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പം കഞ്ഞി എന്ന് പറയുമ്പോൾ ഈ മില്ലറ്റിൻ്റെ കഞ്ഞി, ഇതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതെന്നുള്ളത്, ഏകദേശം 12 ഇനം ധാന്യങ്ങളാണ് ഇതിലുള്ളത്. ഈ ധാന്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ചെറുപയർ ഉണക്കി, അതായത് മുളപ്പിച്ചുണക്കിയത്, അതുപോലെ തന്നെ റാഗി മുളപ്പിച്ചുണക്കിയത്, മുതിര മുളപ്പിച്ചുണക്കിയത്, ഉലുവ മുളപ്പിച്ചുണക്കിയത്, അതുപോലെ തന്നെ മറ്റ് കൂവരക്, കമ്പ്, തിന, ചാമ, മണിച്ചോളം, നവരാരി, കറുത്ത കാവുനിയാരി, ബാർലി, ഇത്രയും 12 ഇനം മില്ലറ്റുകൾ, ധാന്യങ്ങൾ ഒരുമിച്ച് ഒരു പാക്കറ്റിലാക്കിയിട്ട് ഇത് ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി ഇത് എങ്ങനെ കഴിക്കുക എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം മരുന്നെന്ന് പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ മറ്റ് വേദനകൾ, ഇവയ്ക്കൊക്കെ പരിഹാരമായ ഒരു ഔഷധമാണ് ഇത്. ഔഷധം പ്ലസ് ഭക്ഷണം. ഏകദേശം ഞാനിത് വെറുതെ പറയുന്നതല്ല, പരസ്യത്തിന് വേണ്ടി പറയല്ല. ഞാൻ ഏകദേശം ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ അനുഭവം അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന രീതി കൂടി പറഞ്ഞുതരാം. അതായത് ഈ ഒരു കൂട്ട്, ഈ 12 ഐറ്റംസ്, ഈ മുളപ്പിച്ച് ഉണക്കി ഇങ്ങനെ റെഡിയാക്കി ഫിൽറ്റർ ചെയ്തൊക്കെ ശരിയാക്കി വന്ന ഈ ഒരു പാക്കറ്റ്, ഇതിൽ നിന്നും 5 ടേബിൾ ടീസ്പൂൺ നമ്മൾ ചെറുതായിട്ടൊന്ന് കഴുകിയതിന് ശേഷം 4 ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. ഏകദേശം ഒരു 6 മണിക്കൂർ മുതൽ 6 മുതൽ 8 മണിക്കൂർ വരെ അത് കുതിർത്ത് വെച്ചിട്ട് ശരിക്കും കുതിർന്ന് വരുന്ന സമയത്ത് നമ്മൾ ഒരു 20 മിനിറ്റ് വേവിക്കുക. കുക്കറിലോ, ഇത് കഞ്ഞി വേവിക്കുന്ന മാതിരി 20-25 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നല്ല കഞ്ഞിയായി മാറി. ഇനി വേണമെങ്കിൽ അതിലേക്ക് ഇത്തിരി തേങ്ങാപ്പാലും ഒരു കുറച്ച് ജീരകമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റിയായി, കുറച്ചും കൂടി ഹെൽത്തിയായി, കുറച്ചും കൂടി കുടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 15 ദിവസം നിങ്ങൾ കുടിച്ചാൽ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഈ ഹെൽത്തിയായി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അനുഭവങ്ങളാണല്ലോ. അപ്പോൾ ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത് ഇത് വലിയ വിലയൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് 15 ദിവസത്തിന് വാങ്ങണ മരുന്നിൻ്റെ വില ഇതിന് വരുന്നില്ല. ഇതിന് വരുന്നത് വെറും 300 രൂപയാണ് ഈ ഒരു കിറ്റിന് വരുന്നത്. ഈ 300 രൂപയുടെ കിറ്റ് ഒരാൾക്ക് 15 ദിവസം കുടിക്കാനുണ്ടാവും, കഞ്ഞി കുടിക്കാനുണ്ടാവും. അപ്പോൾ ഭക്ഷണമായി, മരുന്നുമായി. അപ്പോൾ ട്രൈ ചെയ്യുക. ഇത് നമുക്ക് ലഭിക്കുന്ന സ്ഥലം പിന്നെ പുറത്തുള്ള നമ്മുടെ വെന്യൂരിലെ HR ഹെൽത്ത് റിച്ച് എന്ന് പറഞ്ഞ ഈ ഒരു നാച്ചുറൽ ഫുഡുകൾ ലഭിക്കുന്ന, ഓർഗാനിക് ഫുഡ് ലഭിക്കുന്ന നമ്മുടെ സ്ഥാപനം തെയ്യാല റോഡ്, വെന്നിയൂർ തെയ്യാല റോഡിലെ ഈസി ഫുഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത്. മാത്രമല്ല ഇവിടെ നമ്മുടെ നട്സ് അതും അവൈലബിൾ ആണ്. ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അപ്പം പിന്നെ നട്സ്, സീഡ്സ്, ഡേറ്റ്സ്, ഹണി, ഇതെല്ലാം കൂടിയുള്ള ആ ഒരു കൂട്ട്, അത് മറ്റൊരു നേരത്തെ ഭക്ഷണമാക്കാം, ഇത് വേറൊരു നേരത്തെ ഭക്ഷണമാക്കാം, ആരോഗ്യം നിലനിർത്താം. അതുപോലെ തന്നെ ഇനി ഇതൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഏതെങ്കിലും സാധനം നിങ്ങൾക്ക് വേണ്ട, സെലക്റ്റീവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം അവൈലബിൾ ആണ്. വലിയൊരു റേറ്റ് ഒന്നും വരുന്നില്ല. അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഈ റേറ്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ റേറ്റ് നോക്കൽ. മരുന്നിൻ്റെ കാര്യങ്ങൾ പിന്നെ മെഡിക്കൽ ഷോപ്പ് പോകുമ്പോൾ നമ്മൾ റേറ്റ് നോക്കണില്ല. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് നോക്കേണ്ട ആവശ്യം വരില്ല. ഇത് അനുഭവത്തിലൂടെയാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ ഞാൻ പരസ്യമല്ല. ഉള്ള കാര്യം, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.